ഗവർണറുടെ കുത്തിത്തിരിപ്പും യൂത്ത് കോൺഗ്രസ്സുകാരുടെ കരിങ്കൊടി പ്രതിഷേധവും തെല്ലും വകവയ്ക്കാതെ കാരണഭൂതൻ നയിക്കുന്ന നവകേരള യാത്ര മധ്യകേരളത്തിലെമ്പാടും പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ്. എറണാകുളം, തൃശ്ശൂർ ജില്ലകൾ കഴിഞ്ഞ് കോട്ടയം ജില്ലയിലും വലിയ ആവേശകരമായ സ്വീകരണങ്ങളാണ് നവകേരള യാത്രയ്ക്ക് ലഭിച്ചത്. നവകേരള സദസ്സിൽ പങ്കെടുക്കണമെന്ന് എല്ലാ കുടുംബശ്രീ പ്രവർത്തകർക്കും, എല്ലാ തൊഴിലുറപ്പുകാർക്കും, എല്ലാ പാർട്ടി സഖാക്കൾക്കും, വർഗ ബഹുജന സംഘടനകളുടെ എല്ലാ പ്രവർത്തകർക്കും വളരെ കൃത്യമായ നിർദ്ദേശം പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുത്തിരുന്നു. അതനുസരിച്ച് അവരെല്ലാവരും പങ്കെടുക്കും. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളെത്തുമ്പോൾ കൈയടിക്കുകയും ചെയ്തു. അങ്ങനെ ഈ നവകേരള യാത്ര വമ്പിച്ച വിജയമായി തീർന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മധ്യകേരളം കഴിഞ്ഞ് മധ്യ തിരുവിതാംകൂറിലെത്തിയപ്പോഴാണ് മറ്റൊരു മാർഗതടസ്സം അവിടെ ഉണ്ടാകുന്നത്. അതെന്താ വെച്ചാൽ ശബരിമല തീർത്ഥാടന കാലമാണ്. വൃശ്ചികമാസം 1-ാം തീയതി ശബരിമലയിൽ നട തുറന്നു. ഈ ധനുമാസത്തിൽ മണ്ഡല പൂജ കഴിഞ്ഞ് 41 എന്ന് പറയും. 41-ാം ദിവസം മണ്ഡല പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നവരെ ഭക്തന്മാരുടെ വലിയ പ്രവാഹമാണ്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഈ കാരണഭൂതൻ്റെ യാത്ര എറണാകുളം ജില്ലയിലെത്തിയപ്പോഴാണ് ശബരിമലയിൽ തിരക്ക് കൂടിയത്. അദ്ദേഹം സത്യമായിട്ട് ഭയപ്പെടുന്നത് ഇത് നവകേരള യാത്രയ്ക്ക് ടാങ്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് ഭക്തന്മാർ കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് ശബരിമലയിലേക്ക് തള്ളിക്കയറിയതാണ് എന്നാണ്. അപ്പോൾ ഈ നാട്ടിലുള്ള പോലീസുകാരിൽ നല്ലൊരു ഭാഗം ലോക്കൽ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ക്രൈംബ്രാഞ്ചിലാണെങ്കിലും ഇൻ്റലിജൻസിലാണെങ്കിലും വിജിലൻസിലാണെങ്കിലും ട്രാഫിക്കിലാണെങ്കിലും ഒക്കെ ഉള്ള ആളുകളെ VIP ഡ്യൂട്ടിക്ക് വിളിച്ചിരിക്കുകയാണ്. അവരൊക്കെ നവകേരള യാത്രയ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാരെ പിടിച്ചു മാറ്റാൻ, അല്ലെങ്കിൽ അവരുടെ പ്രാണൻ രക്ഷിക്കാൻ DYFIക്കാർക്ക് സഹായമായിട്ട് പോയിരിക്കാൻ ശബരിമലയിൽ ഡ്യൂട്ടിക്ക് പോലീസുകാർ കുറവാണ് എന്നാണ് മനോരമ പറയുന്നത്. അധികം ആളുകൾ നവകേരളത്തിന് പോവുകയും വളരെ കുറച്ച് പേർ മാത്രം, അത് 3 ഷിഫ്റ്റായിട്ട് ശബരിമലയിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മനോരമാദി പത്രങ്ങൾ പറയുന്നത്. അവർ പറയുന്നതായിട്ട് സംഗതി നുണയാവാനേ സാധ്യതയുള്ളൂ. ഏതായാലും ശബരിമലയിൽ വരുന്ന തീർത്ഥാടകർക്ക് അസാരം ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് സത്യമാണ്. 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ പൊരി വെയിലത്ത് ദർശനത്തിന് വേണ്ടി കാത്തുനിൽക്കേണ്ടതായിട്ട് വന്നു. അതിൽ വേറെ വലിയ ബുദ്ധിമുട്ട് കൂടിയുണ്ട്. ഈ ശബരിമലയിൽ നട അടയ്ക്കാനും തുറക്കാനും പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് കൃത്യമായിട്ട് തുറക്കുകയും കൃത്യമായിട്ട് അടയ്ക്കുകയും ചെയ്യും. ഇവിടെ നവകേരള സദസ്സ് നടക്കുന്ന സമയമാണ്, പോലീസുകാർ കുറവാണ്. പാതിരാത്രി വരുന്നവരും തൊഴുതു പോയിക്കോട്ടെ എന്ന് വിചാരിക്കാനുള്ള ഹൃദയ വിശാലത ശബരിമലയിൽ തന്ത്രിക്കോ മേൽശാന്തിക്കോ മറ്റ് ഫാൽഗുനന്മാർക്കോ ഇല്ല. അതുകൊണ്ട് വരുന്ന ആളുകൾ പിന്നെ ഒരുപാട് നേരം കാത്തുനിൽക്കേണ്ടതായിട്ട് പോകും. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും അടക്കം ഒരുപാട് പേര് ഒരുപാട് ദിവസം ഒരുപാട് സമയം കാത്തുനിൽക്കേണ്ടതായിട്ട് പോകുന്നു. അവർക്ക് അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകളുണ്ടായി. കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, മൂത്രം ഒഴിക്കാൻ സൗകര്യമില്ല. ശബരിമലയുടെ അവലോകന യോഗമൊക്കെ കൃത്യമായിട്ട് നടന്നു. മരാമത്ത് മന്ത്രി, ദേവസ്വം മന്ത്രിയും എക്സൈസ് മന്ത്രിയൊക്കെ ചേർന്ന് അവലോകന യോഗം ഗംഭീരമായിട്ട് നടത്തി. പക്ഷേ ഈ അവലോകനത്തിലുണ്ടായ സാധനങ്ങൾ അവലോസുണ്ട പോലും ഈ ശബരിമലയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് കഷ്ടകരം. ഏതായാലും ഈ ആന്ധ്രയിൽ നിന്ന് തെലുങ്കാനയിൽ നിന്നൊക്കെ വന്ന ഭക്തന്മാരടക്കം നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ പിതാവിനെ സ്മരിച്ചുകൊണ്ടാണ് മല ഇറങ്ങിയത്. വലിയൊരു വിഭാഗം ഭക്തന്മാർ ശബരിമലയിലേക്ക് എത്തിയില്ല. കാരണം വന്ന വഴിക്ക് തന്നെ പോലീസുകാർ വണ്ടി തടഞ്ഞു. ഈ വണ്ടി പാർക്ക് ചെയ്യാൻ കൃത്യമായ സ്ഥലമില്ല. ഈ അയ്യപ്പന്മാരിങ്ങനെ കറുത്ത വസ്ത്രവും ധരിച്ച് നിലാവത്ത് കോഴി അഴിച്ചു വിട്ട പോലെ പൊരി വെയിലിൽ കൂടി നടക്കുകയാണ്. ഒരുപാട് നേരം കാത്തു നിൽക്കണം. പാർക്ക് ചെയ്ത ബസ്സിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ പിന്നെ നടക്കണം. ഇങ്ങനെ വളരെ രസകരമായ ഒരു മണ്ഡലകാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ വാർത്താമാധ്യമങ്ങൾ വെറുതെ ഇരിക്കില്ലോ. ഏഷ്യാനെറ്റ് ആണെങ്കിലും 24 ന്യൂസ് ആണെങ്കിലും മാതൃഭൂമി, മനോരമ മുതലായ ചാനലുകളാണെങ്കിലും അവരാൽ കഴിയുന്ന രീതിയിൽ ഈ വിവരം കത്തിച്ചു. ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് നമ്മുടെ കൈരളി ചാനലുകാർ പറഞ്ഞെങ്കിൽ അതാരും വിശ്വസിച്ചില്ല. കാരണം കൈരളി ചാനൽ കാണുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ ഈ ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി, 24 ഒക്കെ കാണുന്നവരാണ്. അതുകൊണ്ട് കുറച്ച് പേരെങ്കിലും തെറ്റിദ്ധരിച്ചു ശബരിമലയിൽ വലിയ പ്രശ്നമാണ്, കലാപമാണ്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. വർത്തമാന പത്രങ്ങളും തുല്യ നിലയിൽ അച്ചു നിരത്തി. ദീപികയിൽ വരെ 1-ാമത്തെ ഹെഡിങ് ശബരിമലയിൽ കഠിനകാലം എന്നാണ്. മലയാള മനോരമ എഡിറ്റോറിയലിൽ നമുക്ക് മനസ്സിലാക്കാം. മാതൃഭൂമി 1-ാമത്തെ പേജിൽ എഡിറ്റോറിയൽ എഴുതിക്കുന്നത് ശബരിമലയിൽ തീർത്ഥാടകർക്ക് വലിയ ദുരിതമാണ്, സർക്കാരിന് ഉത്തരവാദിത്ത ബോധമില്ല, ദേവസ്വം ബോർഡിനെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു മൈനർ പാർട്ട്ണറാണ് ശ്രേയംസ് കുമാറിൻ്റെ പാർട്ടി എന്നുള്ളത് പോലും പത്രാധിപൻ മറന്നുപോയി. എന്നിട്ടാണ് ഇതുപോലത്തെ എഴുത്തെഴുതിയത്.
ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന രീതിയിൽ വേണമെങ്കിൽ മാതൃഭൂമിക്ക് എഴുതായിരുന്നു. പക്ഷേ സർക്കുലേഷൻ കുറഞ്ഞു പോകും എന്നുള്ളതുകൊണ്ട് അവരത് തയ്യാറായില്ല. അങ്ങനെ ഓരോ പത്രങ്ങളും വാർത്താ മാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകാരും എല്ലാം കൂടി ചേർത്ത് ശബരിമലയിൽ ഭീകരാവസ്ഥ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ കാരണഭൂതൻ ഞെട്ടി ഉണർന്നു. അദ്ദേഹം ഉടനെ തന്നെ ദേവസ്വം മന്ത്രിയെ ശബരിമലയിലേക്ക് ഓടിച്ചു. അദ്ദേഹം ഈ നവകേരളത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് അവധിയെടുത്ത് ശബരിമലയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാ കാര്യങ്ങളും പക്കയാണ്. മന്ത്രിയുടെ കാറ് പോകാനായിട്ട് ഒരു തടസ്സമില്ല. സെല്യൂട്ട് അടിക്കാൻ ആവശ്യത്തിന് പോലീസുകാരുണ്ട്. അദ്ദേഹം വന്നപ്പോൾ കയ്യിലൊഴിക്കാൻ സാനിറ്റൈസറും ഉണ്ട്. മന്ത്രി നോക്കിയപ്പോൾ ഇവിടെ യാതൊരു പ്രശ്നമില്ല. ഇവിടെ എന്താ പ്രശ്നം? ഒരു മന്ത്രിയായി എനിക്ക് സന്നിധാനത്തിലോ പമ്പയിലോ 18-ാം പടിയിലോ യാതൊരു തിരക്കോ ബുദ്ധിമുട്ടോ ഒന്നും അനുഭവപ്പെട്ടില്ല. എല്ലാ കാര്യങ്ങളും ജില്ലായിട്ട് നടക്കുന്നുണ്ട്. തീർത്ഥാടനം വളരെ സുഗമമാണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. PS പ്രശാന്ത് എന്ന് പറഞ്ഞൊരു പുങ്കവനാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പുള്ളി പറയുന്നത് വെച്ചാൽ ഈ 18-ാം പടിയുടെ 18-ാം പടി പൊളിച്ച് വീതി കൂട്ടാം എന്നാണ്. പൊളിക്കാനും രണ്ടാമത് കെട്ടാനുമൊക്കെ മരാമത്ത് വകുപ്പുകാരെ അല്ലെങ്കിൽ ഊരാളുങ്കൽ സൊസൈറ്റി ഏൽപ്പിക്കാം, അതിൽ നിന്ന് വല്ലതും തടയുകയും ചെയ്യും. അതാണ് പുള്ളിയുടെ ഉദ്ദേശം. മറിച്ച് ദേവസ്വം മന്ത്രി പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ്. പിന്നെ സ്ത്രീകളും കുട്ടികളും ധാരാളമായിട്ട് വരുന്നുണ്ട്. അവർക്ക് പുരുഷന്മാരെ പോലെ ഫാസ്റ്റായിട്ട് ഈ 18-ാം പടി കയറാൻ പറ്റുകയില്ല. അതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട്. അതിനേക്കാൾ ഉപരി വേറെ ചെറിയ പ്രശ്നമുണ്ട്. അത് ഭിന്നശേഷിക്കാർ വരുന്നുണ്ട്. നമ്മൾ പണ്ട് മലയാളത്തിൽ വികലാംഗന്മാർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ടല്ലോ. ഇപ്പോൾ അവരെ പറ്റി ഭിന്നശേഷി എന്ന് പറയാം. ഭിന്നശേഷിക്കാർ വരുമ്പോൾ അവർക്ക് കയറാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെറിയ ടൈം ലാഗ് വരുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊന്നും ഒരു വിഷയമാക്കേണ്ടതില്ല. ശബരിമലയിലെ കാര്യങ്ങൾ കഴിഞ്ഞ കൊല്ലത്തേക്കാളും വൃത്തിയായിട്ട് ഭംഗിയായിട്ട് മനോഹരമായിട്ട് നടക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം മാധ്യമങ്ങളുടെ ദുഷ്പ്രചരണമാണ്. ഏതായാലും നമ്മുടെ ക്യാപ്സൂൾ നിർമ്മാതാക്കളും ന്യായീകരണ തൊഴിലാളികളും വളരെ ശക്തമായിട്ട് മുണ്ടും മടക്കി കുത്തി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ശബരിമലയിൽ മുൻ വർഷങ്ങളിലുണ്ടായ തിരക്ക് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ തിരക്ക് കൂടുതലാണ്, സൗകര്യങ്ങൾ കൂടുതലാണ്. ശബരിമലയിൽ DYFI സൗജന്യമായിട്ട് പൊതിച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സർബത്ത് വിതരണം ചെയ്യുന്നുണ്ട്, നാരങ്ങ വെള്ളം കൊടുക്കുന്നുണ്ട്, പ്രമേഹ രോഗമുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപ്പിട്ട സോഡ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അടിച്ചു വിടുന്നുണ്ട്. നമ്മുടെ SFIക്കാരും കൂടി രംഗത്ത് വന്നാൽ ഈ ശബരിമല തീർത്ഥാടനം കൂടുതൽ ആയാസരഹിതവും അതുപോലെ ആസ്വാദ്യകരവുമായിട്ട് മാറും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. 2-3 കൊല്ലം മുമ്പ് ഈ ആക്ടിവിസ്റ്റുകളെ കയറ്റി ശബരിമല ഒരു വഴിക്കാക്കാൻ നോക്കിയ ആളാണ് പിണറായി സഖാവ്. ഇനി ആക്ടിവിസ്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ ഇതൊരു വഴിക്കാക്കി എടുക്കാം എന്ന കാര്യത്തിൽ പുള്ളിക്ക് ഒരാത്മവിശ്വാസമുണ്ട്. ഈ ശാസ്താവും വാവൂർസ്വാമിയും ഇരിക്കുന്ന സ്ഥലത്ത് കാരണഭൂതനും മരുമോനും ഇരിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഏതായാലും മുഖ്യൻ്റെ ഒരു പ്രഖ്യാപനം കൂടി ഈ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്. എല്ലാ അയ്യപ്പ ഭക്തന്മാരുടെ അറിവിലേക്ക് വേണ്ടി, അറിയാത്തവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുകയാണ്. ശബരിമലയിൽ ഉടനെ തന്നെ വിമാനത്താവളം വരും. ശബരിമല വിമാനത്താവളത്തിനുള്ള സ്ഥലം സർക്കാരിൻ്റെ സ്ഥലമാണ്. അത് യോഹന്നാൻ ബിഷപ്പിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ട് അവിടെ വൈകാതെ തന്നെ ഒരു വിമാനത്താവളം വരും. അപ്പോൾ ഇനി കൂടുതൽ സമ്പന്നരായ ഭക്തന്മാർക്ക് അല്ലെങ്കിൽ സാധാരണ സഖാക്കന്മാർക്ക് തന്നെ, ഇപ്പോൾ കരുവന്നൂർ ബാങ്കിലെ ഡയറക്ടർമാർക്കൊക്കെ ശബരിമലയിൽ ദർശനം നടത്തണമെങ്കിൽ അവർക്ക് കൊച്ചിയിൽ നിന്ന് വിമാനം കയറി ശബരിമലയിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കാൽനടയായിട്ട് പോകാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സംവിധാനം ശബരിമല വിമാനത്താവളം ഉടനെ തന്നെ പ്രാവർത്തികമാകും. അത് പ്രാവർത്തികമാക്കുമ്പോൾ അപ്പോഴത്തേക്കും കാരണഭൂതൻ കാലയവനിയേക്ക് പിന്നിൽ മറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ഏതാണ്ട് ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ പേരിടണം എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. കാരണഭൂത വിലാസം ശബരിമല വിമാനത്താവളം. അങ്ങനെയാണെങ്കിൽ നല്ല ജോറായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.